പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സിനിമാ മേഖലയ്ക്ക് ഉള്ളിൽ ആ സിനിമാ മേഖല നിയന്ത്രിക്കുന്ന വിരലിൽ എണ്ണാവുന്നവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമവിരുദ്ധവും കുറ്റകരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും പുറത്തു വരില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ഇതാ പുറത്തു വന്നിരിക്കുന്നു. അതായത് ഒരു ജനാധിപത്യത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയാണ് ഈ സംഭവത്തിലൂടെ നടന്നത്. കാരണം സൂപ്പർ സ്റ്റാറുകൾ, അവർക്ക് രാഷ്ട്രീയക്കാരുമായിട്ടുള്ള ബന്ധം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന ഒരു വൃത്തികേടും ഒരു കാലത്തും പുറത്തു വരില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന്ന് പൊതുജനം ചർച്ച ചെയ്യുന്ന ഒരു നിലയിലേക്ക് വന്നിരിക്കുന്നു. അതൊരു ജനാധിപത്യത്തിൻ്റെ വലിപ്പമാണ്, അതിൻ്റെ സൗന്ദര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ചിട്ടല്ല ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് സിനിമാ മേഖലയെ, ആ സിനിമാ മേഖല നിയന്ത്രിക്കുന്ന ഏതാനും സൂപ്പർ സ്റ്റാറുമാരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പിന് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകൾക്ക് ആ മേഖലയെ അടിയറ വെച്ച ഒരു കഥാപാത്രത്തെക്കുറിച്ച് വിശദമായി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. ആ കഥാപാത്രം അത് ചെയ്തത് CPMൻ്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ്, അല്ലെങ്കിൽ CPMൻ്റെ മേലാളന്മാരുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം. ആ കഥാപാത്രത്തിൻ്റെ പേര് ശ്രീമാൻ ബി ഉണ്ണികൃഷ്ണൻ എന്നാണ്. അദ്ദേഹം വലിയ കഴിവുള്ള ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒന്നുമുള്ള ഒരാളായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ സിനിമാ മേഖലയെ, ഈ പറഞ്ഞതുപോലെ സിനിമാ മേഖലയിൽ നടന്ന നല്ല നീക്കങ്ങളെ എല്ലാം ഒറ്റുകൊടുത്തുകൊണ്ട്, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കൂട്ടിക്കൊടുപ്പ് നടത്തി, ആ സിനിമാ മേഖലയെ ഈ പറഞ്ഞതുപോലെ സൂപ്പർ സ്റ്റാറുകൾ അടങ്ങുന്ന ഒരു ചെറിയ സംഘത്തിനൊരു കോട്ടറിക്ക് അടിയറ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ബി ഉണ്ണികൃഷ്ണൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ കുറച്ച് പശ്ചാത്തലം അതുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, വിനയൻ എന്ന് പറഞ്ഞൊരു സംവിധായകനുണ്ട് മലയാള സിനിമയിൽ. അദ്ദേഹത്തെക്കുറിച്ചിട്ട് ഞാൻ പിന്നീട് വേറെ കാര്യങ്ങൾ വിശദമായ വീഡിയോ ഞാൻ പറയുന്നുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന ചില ഈ പറഞ്ഞ പോലെ സിനിമാ മേഖലയെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഗുണപരമായിട്ടുള്ള ചില മാറ്റങ്ങൾ, ആ മാറ്റങ്ങളോടൊപ്പം നിൽക്കുകയാണെന്ന് പറയുക, എന്നാൽ പിന്നാമ്പുറത്ത് നിന്നുകൊണ്ട് അയാളെ പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്ത കഥാപാത്രമാണ് ഈ ബി ഉണ്ണികൃഷ്ണൻ. നമുക്കറിയാം, 2008 മുമ്പ് ഈ വിനയൻ എന്ന് പറഞ്ഞ സംവിധായകൻ്റെ നേതൃത്വത്തിൽ മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന രൂപീകരിച്ചു. സിനിമയിലെ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾ, പിന്നെ ഡയറക്ടർമാരും അവരെല്ലാവരും കൂടെ ചേരുന്ന ഒരു വലിയ അംബർല സംഘടനയായിട്ട് അത് രൂപീകരിച്ചു. വിനയനായിരുന്നു അതിൻ്റെ ഔദ്യോഗിക ഭാരവാഹി. പക്ഷേ വിനയൻ ഈ മലയാള സിനിമാ രംഗത്ത് കൊണ്ടുവരാൻ ശ്രമിച്ച ചില ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ആ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളെ ആശങ്കയോടുകൂടി കണ്ട മലയാള സിനിമയിലെ ഈ പറഞ്ഞതുപോലെ പിന്നെ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ, താരരാജാക്കന്മാർ, അവർക്ക് വേണ്ടി ഈ നല്ല നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഈ വിനയനെയും അദ്ദേഹത്തിൻ്റെ സംഘടനയെയും ഇല്ലായ്മ ചെയ്ത്, ആ സംഘടനയെ കൊന്ന് ഒരു പുതിയ സംഘടന ഉണ്ടാക്കി അതിലൂടെ ഈ താരരാജാക്കന്മാർക്ക് സന്തോഷമുണ്ടാക്കി കൊടുത്ത ഒരു കഥാപാത്രമാണ് ഈ ബി ഉണ്ണികൃഷ്ണൻ. സുഹൃത്തുക്കളെ, നമ്മളിത് പറയുമ്പോൾ ഈ വിനയൻ എന്താണ് ചെയ്തതെന്ന് നമ്മൾ നോക്കണം. വിനയനാണ് യഥാർത്ഥത്തിൽ സിനിമാ മേഖലയിൽ ഉണ്ടായ പിന്നെ ഇപ്പോഴും നിലനിൽക്കുന്ന, ഒരുപാട് വെള്ളം ചേർക്കപ്പെട്ടെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു എഗ്രിമെൻറ്റിൻ്റെ ഉപജ്ഞാതാവ് വിനയനായിരുന്നു. അതായത് നിർമ്മാതാക്കളും നടന്മാരും തമ്മിൽ ഒരു എഗ്രിമെൻറ്റും ഇല്ലാതെയാണ് 2000-ൻ്റെ മധ്യം വരെ സിനിമാ മേഖല പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അത് മാറി ഒരു കരാറുണ്ടാകണം എന്ന് വിനയൻ പറഞ്ഞു. അപ്പോൾ കരാറുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു, അതിനകത്ത് ഒരുപാട് വെള്ളം ചേർത്തു. കരാറുണ്ടാക്കാതിരിക്കാൻ മോഹൻലാലിനെ പോലുള്ള നടന്മാരൊക്കെ തന്നെ ഇടപെട്ടു. എന്നാൽ ഒരു കരാറുണ്ടായി. ആ കരാർ ഇപ്പോഴും നിൽപ്പുണ്ട്. വെള്ളം ചേർക്കപ്പെട്ടതാണെങ്കിൽ ഒരു കരാർ നിൽപ്പുണ്ട്. പക്ഷേ ആ കരാറിനോടൊപ്പം തന്നെ വിനയൻ വെച്ച വേറൊരു നിർദ്ദേശമാണ് ഈ താരരാജാക്കന്മാർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായത്. അദ്ദേഹം പറഞ്ഞു, കാരണം വെച്ചാൽ ആ സമയം എന്ന് പറയുന്നത് താരരാജാക്കന്മാർ ഏറ്റവും കൂടുതൽ ആധിപത്യം സ്ഥാപിച്ച മമ്മൂട്ടി, മോഹൻലാലും മലയാള സിനിമയിൽ ഇഷ്ടം പോലെ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്താണ് വിനയൻ വന്നിട്ട് പുതുമുഖ നടന്മാരെ വെച്ചിട്ട് സിനിമ എടുക്കണം, ലോ ബഡ്ജറ്റ് സിനിമകളായിരിക്കണം എന്നൊക്കെ ഒരു നിർദ്ദേശം വെച്ചു. അതിന് അനുകൂലമായി സിനിമാ തിയേറ്റർ ഉടമകളൊക്കെ വന്ന് ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു കാഹളം കേട്ടപ്പോൾ ഈ മമ്മൂട്ടി, മോഹൻലാൽ അടങ്ങുന്ന ഈ സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ അസ്വസ്ഥരാവുകയുണ്ടായി.
ആ അസ്വസ്ഥരായ താരരാജാക്കന്മാർക്ക് വേണ്ടി അന്ന് വിനയനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന ബി ഉണ്ണികൃഷ്ണൻ നടത്തിയിട്ടുള്ള ശ്രമമാണ് പിന്നീട് ഈ മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഈ സംഘടനയെ കൊന്നു കുഴിച്ചു മൂടിയത്. അതിന് പകരം അയാൾക്ക് എന്ത് കിട്ടിയെന്നുള്ളത് ഞാൻ പിന്നീട് വരാം. അതായത് മാക്ട ഫെഡറേഷൻ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു ബി ഉണ്ണികൃഷ്ണൻ. സിനിമാ രംഗത്തെ സീനിയർ ആയിട്ടുള്ള പല സംവിധായകരുടെ നിർമ്മാതാക്കളുടെയൊക്കെ ശുപാർശയെ തുടർന്നിട്ടാണ് വിനയൻ അദ്ദേഹത്തെ ജോയിൻറ്റ് സെക്രട്ടറിയായി നിയമിച്ചത്. പക്ഷേ ജോയിൻറ്റ് സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ഇയാൾ പെട്ടെന്ന് തന്നെ ഈ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഈ കൊട്ടേഷൻ സംഘത്തെ പോലെ പ്രവർത്തിക്കുന്ന ഒരു നിലയിലേക്ക് മാറും എന്ന് സത്യസന്ധനായിട്ടുള്ള വിനയന് അറിയില്ലായിരുന്നു. ഇയാൾ പുറകിലിരുന്ന് മമ്മൂട്ടിക്കും മോഹൻലാലിനും വേണ്ടി കളിക്കുകയും ആ മാക്ട എന്ന് പറഞ്ഞ ആ സംവിധാനത്തെ പരിപൂർണമായി തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. അതിന് എല്ലാ പിന്തുണയും അയാൾക്ക് കിട്ടിയത് CPM നിന്നായിരുന്നു. ഇപ്പോൾ ഈ സിനിമാ തൊഴിലാളികളുടെ ഒരു സംഘടന CPM ഉണ്ടായിരുന്നു. അതൊക്കെ CPM എടുത്ത് പൊളിച്ച് ദൂരെ കളഞ്ഞു. അപ്പോൾ CPM ഇതിനകത്ത് താല്പര്യം വരാനുള്ള കാരണം എന്ന് പറയുന്നത് കൈരളി ചാനലിൻ്റെ ചെയർമാനായിരുന്നു മമ്മൂട്ടി. മമ്മൂട്ടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മമ്മൂട്ടിക്കും ഈ മാക്ട ഫെഡറേഷൻ ഇല്ലാതാവേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു. അപ്പം മമ്മൂട്ടി വഴി, ജോൺ ബ്രിട്ടാസ് വഴി ഇവരെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ബി ഉണ്ണികൃഷ്ണൻ നടത്തിയിട്ടുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്, നീക്കത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് അയാൾ നടത്തിയിട്ടുള്ള കളി, ആ കളിയുടെ ഭാഗമായിട്ടാണ് ഈ മാക്ട ഫെഡറേഷൻ ഇല്ലാതാവുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിനയനെതിരായിട്ടുള്ള ഉപരോധം, തിലകനെതിരായിട്ടുള്ള ഉപരോധം, അതൊക്കെ വേറെ വിഷയങ്ങളുണ്ട്. ഞാൻ ആ വിഷയത്തിലേക്കൊക്കെ വിശദമായി പോകുന്നുണ്ട്. അത് ഞാനിവിടെ കൊണ്ടുവരുന്നില്ല. എന്തായാലും ഈ ബി ഉണ്ണികൃഷ്ണൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ബി ഉണ്ണികൃഷ്ണൻ നടത്തിയിട്ടുള്ള പുറകിൽ നിന്നുള്ള പിൻവാതിൽ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞ ഈ സംഘടന ഇല്ലാതാവുന്നത്. അതിൽ ഉണ്ണികൃഷ്ണൻ CPM ബന്ധം ഉപയോഗിച്ച് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അതിൽ ബന്ധമുണ്ട് എന്നുള്ള ആരോപണങ്ങളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്തായാലും മമ്മൂട്ടി ഉപയോഗിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസിനെ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കരുവാക്കി. കാരണം ജോൺ ബ്രിട്ടാസ് എന്ന കൈരളി ചാനലിൻ്റെ MD ആണല്ലോ. അപ്പോൾ അവർ തമ്മിൽ വളരെ അടുത്ത് ഇടപഴകിക്കൊണ്ടി ബി ഉണ്ണികൃഷ്ണൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പണി അവർ ചെയ്തത്. അതിനെ തുടർന്ന് എന്താ സംഭവിച്ചത്? അതിനെ തുടർന്ന് ഉണ്ണികൃഷ്ണൻ കിട്ടിയ നേട്ടം എന്താ? ഉണ്ണികൃഷ്ണന് കിട്ടിയിട്ടുള്ള ഒരു പാരിതോഷികം എന്താ? ഒരു സാധാരണ സംവിധായകൻ. അയാൾ 2000-2009 ഏതാണ്ട് 6-7 സിനിമകൾ ചെയ്തു. അതിൽ 2-3 സിനിമകളിൽ സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇങ്ങനെ അത്യാവശ്യമൊക്കെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ നടന്നു പോയിരുന്ന ബി ഉണ്ണികൃഷ്ണൻ ഈ മാക്ട ഫെഡറേഷനെ തകർത്തില്ലാതാക്കുന്നതിൽ വലിയ ശ്രമങ്ങൾ പിന്നാമ്പുറത്ത് നടത്തിയതിൻ്റെ പാരിതോഷികം എന്നുള്ള നിലയിൽ മാക്ട ഫെഡറേഷന് പകരമായി രൂപീകരിക്കപ്പെട്ട ഫെഡറേഷൻ ഓഫ് ഫിലിം എംപ്ലോയീസ് കേരള, ഫെഫ്ക എന്ന് പറയുന്ന ആ ഒരു അംബ്രല സംഘടനയുടെ ഏറെ അധികാരങ്ങളുള്ള ജനറൽ സെക്രട്ടറിയായി ഈ ബി ഉണ്ണികൃഷ്ണൻ അവരോധിക്കപ്പെട്ടു. ഫെഫ്ക എന്ന് പറഞ്ഞാൽ ചെറിയ സംഘടനയാണെന്ന് വിചാരിക്കരുത്. ഏതാണ്ട് 21 ട്രേഡ് യൂണിയനുകളുടെ ഒരു അംബ്രല സംഘടനയാണ് ഈ ഫെഡറേഷൻ ഓഫ് ഫിലിം എംപ്ലോയീസ് കേരള. അതായത് മലയാള സിനിമാ രംഗത്ത് ഈ ഫെഫ്കയുടെ അറിവോടുകൂടിയല്ലാതെ ഒരു ഇല പോയിട്ടൊരു രോമം പോലും കേരള ഫിലിം വ്യവസായത്തിൽ ആനങ്ങില്ല. 21 സംഘടനകൾ. ഞാൻ എൻ്റെ ലിസ്റ്റ് എടുക്കുകയായിരുന്നു. ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ, ഫെഫ്ക എഡിറ്റേഴ്സ് യൂണിയൻ, ഫെഫ്ക റൈറ്റേഴ്സ് യൂണിയൻ, ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സ് യൂണിയൻ, കേരള സിനി ഔട്ട്ഡോർ യൂണിറ്റ് വർക്കേഴ്സ് യൂണിയൻ, ഫെഫ്ക ആർട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ, ഫെഫ്ക മ്യൂസിക് ഡയറക്ടേഴ്സ് യൂണിയൻ, ഫെഫ്ക സ്റ്റിൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂണിയൻ, ഫെഫ്ക പബ്ലിസിറ്റി ഡിസൈനേഴ്സ് യൂണിയൻ, ഫെഫ്ക പ്രൊഡക്ഷൻ അസിസ്റ്റൻസ് യൂണിയൻ, കേരള യൂണിയൻ ഓഫ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ഫെഫ്ക മെസ് വർക്കേഴ്സ് യൂണിയൻ, ഫെഫ്ക ക്യാമറ അസിസ്റ്റൻസ് ആൻഡ് ടെക്നീഷ്യൻസ് യൂണിയൻ, ഫെഫ്ക മലയാളം ഡിജിറ്റൽ ടെലിവിഷൻ എംപ്ലോയീസ് യൂണിയൻ, ഓൾ കേരള സിനി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയൻ, സിനിമാറ്റോഗ്രാഫേഴ്സ് യൂണിയൻ ഓഫ് മലയാളം സിനിമ, സിനി ഓഡിയോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള, ഓൾ കേരള സിനി കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് യൂണിയൻ, ഫെഫ്ക PRO യൂണിയൻ, ഫെഫ്ക ഡാൻസേഴ്സ് യൂണിയൻ, കേരള സിനി ഡ്രൈവേഴ്സ് യൂണിയൻ. എന്ന് പറഞ്ഞാൽ അങ്ങ് ഡയറക്ടർമാർ മുതൽ അങ്ങ് താഴെ ഡ്രൈവർ വരെ ഉള്ള 21 ട്രേഡ് യൂണിയനുകൾ അടങ്ങുന്ന ഒരു അംബ്രല സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി ബി ഉണ്ണികൃഷ്ണന് വരാൻ കഴിഞ്ഞു. എന്തിന്? നേരത്തെ ഉണ്ടായിരുന്ന സംഘടനയെ പൊളിച്ച് കയ്യിൽ കൊടുത്ത് ആ പണി ചെയ്തതിനുള്ള പാരിതോഷികമായി അയാൾക്ക് വരാൻ കഴിഞ്ഞു. ഇനി അത് മാത്രമാണോ? അത് മാത്രമല്ല, അതാണ് അതിനേക്കാൾ പ്രധാനം. 2000-നും 2008-നുമൊക്കെ ഇടയ്ക്ക്
അതായത് ഈ മാക്ട ഫെഡറേഷനെ പൊളിക്കുന്നതിന് മുമ്പ് 6-7 ചിത്രങ്ങൾ ചെയ്ത് മൂലയ്ക്ക് നിന്നിരുന്ന ഒരു സാധാരണ സംവിധായകനായിരുന്ന ബി ഉണ്ണികൃഷ്ണൻ ഈ മാക്ട ഫെഡറേഷനെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അയാൾക്ക് സംഭവിച്ചതെന്നറിയാവോ? അയാൾ പിന്നീട് ഇന്നോളം സംവിധാനം ചെയ്ത സിനിമയിൽ മമ്മൂട്ടിയും മോഹൻലാലും ദിലീപും മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. അയാൾ അതിനു മുമ്പ് സാധാരണ സംവിധാനമായിരുന്ന സമയത്ത് ആസിഫ് അലിയും പൃഥ്വിരാജും അന്നത്തെ കാലത്ത് അവരും പിന്നെ സുരേഷ് ഗോപിയൊക്കെ അഭിനയിച്ച അയാൾ ആ മൂലയ്ക്കിരുന്നിരുന്നെങ്കിൽ ഈ മാക്ട ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ സംഘടനയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പണി പിന്നാമ്പുറത്ത് നിന്ന് ചെയ്തതിനെ തുടർന്ന് പിന്നീട് 2008 മുതൽ നമ്മൾ നോക്കിയാൽ അയാൾ സംവിധാനം ചെയ്ത മുഴുവൻ സിനിമകളിലും നായകൻ ഒന്നില്ലെങ്കിൽ മമ്മൂട്ടിയോ അല്ലെങ്കിൽ മോഹൻലാലോ അല്ലെങ്കിൽ ദിലീപോ ആയിരുന്നു. അപ്പോൾ അയാൾക്ക് കിട്ടിയിട്ടുള്ള പാരിതോഷ്യം ക്യൂഡ് പ്രോക്കോ അയാൾ അങ്ങോട്ട് ചെയ്തു കൊടുത്ത സഹായത്തിന് അയാൾക്ക് ഇങ്ങോട്ട് കിട്ടിയത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഞാൻ എൻ്റെ ലിസ്റ്റ് വായിക്കാം. 2008 മാടമ്പി അയാൾ സംവിധാനം ചെയ്തു, അതിൽ മോഹൻലാൽ അഭിനയിച്ചു. 2010 അയാൾ പ്രമാണി എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തു, അതിൽ മമ്മൂട്ടി അഭിനയിച്ചു. 2012 ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അതിൽ മോഹൻലാൽ അഭിനയിച്ചു. 2014 മിസ്റ്റർ ഫ്രോഡ് എന്ന് പറഞ്ഞൊരു സിനിമ, അതിലും മോഹൻലാൽ അഭിനയിച്ചു. 2017 വില്ലൻ എന്ന് പറഞ്ഞ സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ചു. 2019 കോടതി സമക്ഷം ബാലം വക്കീൽ എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് അഭിനയിച്ചു. 2022 ആറാട്ടം എന്ന് പറഞ്ഞൊരു അറുബോറൻ സിനിമ, അതിൽ മോഹൻലാൽ അഭിനയിച്ചു. 2023 ക്രിസ്റ്റഫർ എന്ന് പറഞ്ഞ ചിത്രത്തിൽ മമ്മൂട്ടിയും അഭിനയിച്ചു. അപ്പോൾ CPM-ഉമായിട്ട് ഒത്തുകളിച്ചുകൊണ്ട് ഈ മാക്ട ഫെഡറേഷനെ തകർത്ത് ഫെഫ്ക എന്ന് പറഞ്ഞിട്ടുള്ള ആ സംവിധാനം ഉണ്ടാക്കി മമ്മൂട്ടി മോഹൻലാൽ ഉൾപ്പെടെയുള്ള സൂപ്പർ സ്റ്റാറുകൾക്ക് മലയാള സിനിമാ രംഗത്ത് ഈ പറഞ്ഞ പോലെ ഇൻഫാലിബിൾ ആയിട്ടുള്ള അപ്രമാദിത്വമുള്ള ഏക ഛത്രാധിപത്യം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നിർണായകമായിട്ടുള്ള പണി ചെയ്ത ബി ഉണ്ണികൃഷ്ണൻ്റെ ചിത്രത്തിൽ പിന്നെ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ഇഷ്ടം പോലെ ഡേറ്റ് അങ്ങ് കൊടുക്കുകയാണ്. അതായത് മോഹൻലാലുമായി 2008 ശേഷം മോഹൻലാലുമായി 4 സിനിമ, മോഹൻലാലുമായിട്ട് 4 മോഹൻലാലുമായിട്ട് 5 സിനിമ, 2008 ശേഷം മോഹൻലാലുമായിട്ട് 5 സിനിമ, മമ്മൂട്ടിയായിട്ട് 2 സിനിമ, ദിലീപുമായിട്ട് 1 സിനിമ. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഈ മലയാള സിനിമാ രംഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമായിരുന്ന ഒരു ഫെഡറേഷനെ വെട്ടിക്കീറി കഷ്ണമാക്കി ഈ സൂപ്പർ സ്റ്റാറുകൾക്ക് മുമ്പിൽ കൊണ്ടുപോയി അടിയറ വയ്ക്കുകയും ആ അടിയറ വെച്ചതിന് പകരമായി സൂപ്പർ സ്റ്റാറുകൾ തൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റുകയും ചെയ്തത്. അപ്പോൾ ഇയാൾ ആരാണ് എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെയാണ് അയാൾ. അതാണ് ബി ഉണ്ണികൃഷ്ണൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.